ഹലോ ഗൈസ്, അങ്ങനെ ബൺ മസ്ക വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കഷ്ടപ്പെടണ്ടല്ലോ, വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരും. അങ്ങനെ ഇതിന് 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. ഒന്ന് അൺസോൾട്ടഡ് ബട്ടർ വേണം, പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡ് വേണം, പിന്നെ നമ്മുടെ സ്വീറ്റ് ബണ്ണ് വേണം. ഈ 3 ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ടു. അപ്പോൾ ഞാനതിൽ 100 ഗ്രാംസ് ഓഫ് അൺസോൾട്ടഡ് ബട്ടറും അതുപോലെ തന്നെ 100 ഗ്രാംസ് ഓഫ് മിൽക്ക് മെയ്ഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം ഞങ്ങൾ 2 പേരേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് താല്പര്യം കുറച്ചുകൂടെ സ്പൈസിലോട്ടാണ്. സ്വീറ്റിലധികം ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. ആകെ ഒരു 2 ബണ്ണിലേക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ടാക്കിയുള്ളൂ. അങ്ങനെ ഇതൊരു മിക്സിങ് നല്ലൊരു പണിയാണ്. ആക്ച്വലി ഇതൊരു 8-9 മിനിറ്റോളം നല്ലതുപോലെ മിക്സ് ചെയ്യണം. എൻ്റെ അടുത്ത് ബ്ലെൻഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഫോർക്ക് കൊണ്ടാണ് അത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ കഴിക്കലായിരുന്നു. അങ്ങനെ ഞാൻ ബ്രേക്ക് എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഈ ഒരു മിക്സ്ചർ നല്ലതുപോലെ മിക്സ് ആവണം, എല്ലാം കൂടെ നല്ലതുപോലെ ബ്ലെൻഡ് ആവണം, എന്നാലാണ് അതൊരു സോഫ്റ്റായിട്ട് ക്രീം ഫോമാറ്റിലാവുള്ളൂ. അങ്ങനെ ഇതായിരുന്നു റെഡി ആയിട്ടുണ്ട്. ഒരു 8-9 മിനിറ്റോളം മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഓക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ബണ്ണിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം, നല്ലതുപോലെ പരട്ടി കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് ബണ്ണിൽ കുറച്ച് അധികം ക്വാണ്ടിറ്റി ആയി, അതുകൊണ്ട് തന്നെ ഇത്തിരി മധുരം കൂടുതലായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, സെക്കൻഡ് ബണ്ണിലേക്ക് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഇതുപോലെ 2 സൈഡിലേക്ക് പരട്ടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ടും ഇതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ക്ലോസ് ചെയ്തിട്ട് ആ ഒരു നമ്മൾ കട്ട് ചെയ്ത ഭാഗമല്ലേ, അതിൻ്റെ ആ സൈഡിലും നല്ലതുപോലെ പരട്ടി കൊടുക്കണം. കുറച്ചതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം. അങ്ങനെ ഇതാ നമ്മുടെ ബൺ മസ്ക ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഗൈസ്. ഞാൻ സൈഡിലൊക്കെ നല്ലതുപോലെ പരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഓവറായോ എന്ന് സംശയം, ക്രീം മൊത്തം. അങ്ങനെ അത് റെഡി ആയി കഴിഞ്ഞു. നല്ല ടെക്സ്ചറാണ് ഇത്, പിന്നെ ഭയങ്കര സ്വീറ്റുമാണ്. എനിക്ക് ഇങ്ങനെ കുറച്ച് മത്ത് പിടിച്ച പോലെ തോന്നി കഴിച്ചപ്പോൾ. പക്ഷേ ഓവറോൾ കുഴപ്പമില്ല, നമുക്ക് ഇടയ്ക്കൊക്കെ കഴിക്കാം. ഒരെണ്ണക്കേ കഴിക്കാൻ പറ്റുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ. അങ്ങനെ അതിവിടെ റെഡിയായി. ഞാൻ പിന്നെ അത് കണ്ണന് കൊടുത്തു. കണ്ണന് ഇഷ്ടമായോ ചോദിച്ചാൽ ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരെണ്ണം കൊടുത്തു, അത് മൊത്തം കഴിച്ചു. പിന്നെ എനിക്ക് ഒരെണ്ണം മൊത്തം കഴിക്കാൻ പറ്റിയില്ല. ഒരെണ്ണത്തിൻ്റെ പകുതിയെ ഞാൻ കഴിച്ചുള്ളൂ. പിന്നെ പകുതി ഞാനവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് കാണാനില്ല, അതും കൂടെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇഷ്ടമായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ ബൈ, സീ യു. അടുത്ത വ്ളോഗിലേക്ക് കാണാം.